നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ നിലവിൽ ജൻ സൂരജ് പാർട്ടിയുടെ നേതാവും ബീഹാറിലെ നിയമസഭാ സാമാജികനുമാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതിൻ നബീൻ്റെ കാവിക്കോട്ട പിടിച്ചെടുത്തുകൊണ്ട് 20,000 വോട്ടുകൾക്ക് പിടിച്ചെടുത്തുകൊണ്ട് ജൻ സൂരജ് പാർട്ടി നടത്തിയ പ്രവർത്തനം എന്ന കാര്യം പറയുമ്പോൾ തീർച്ചയായും പറയേണ്ട ഒരു വിഷയം അത് ജൻസി തരംഗമായിരുന്നു, അല്ലെങ്കിൽ അതൊരു യുവാക്കളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രശാന്ത് കിഷോറിനെ അഖിലേഷ് യാദവ് വിളിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ വിജയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്, സഖ്യത്തിൻ്റെ സാധ്യതകൾ ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണം. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയുമായും ഒരു പരിധിവരെ നിലവിലെ നഗീന മണ്ഡലത്തിലെ MP ആയിട്ടുള്ള ചന്ദ്രശേഖർ ആസാദുമായും ഒരു സഖ്യത്തിന് സമാജ്വാദി പാർട്ടി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗീന മണ്ഡലത്തിൽ നിന്നും ജയിച്ച ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് ഐക്യദാർഢ്യവുമായി പല വേദികളിലും വരാറുണ്ട്. എന്നാൽ പൊതുവായി കോൺഗ്രസിനോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്കോ അനുകൂലമായൊരു നിലപാട് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനും കഴിയില്ല. കോൺഗ്രസ് നേതൃത്വം ഉത്തർപ്രദേശിൽ ശക്തരല്ല എങ്കിൽ പോലും ആവുന്ന രീതിയിൽ സമാജ്വാദി പാർട്ടിയെ ഒപ്പം നിന്ന് പിന്തുണയ്ക്കുകയും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും അവർക്കും മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, കോൺഗ്രസ് തമിഴ്നാട്ടിൽ വിജയിയെ സഹായിച്ചിട്ടൊന്നുമല്ല അവിടെ മന്ത്രിസഭയിൽ അംഗത്വം എടുത്തത്. പക്ഷേ ഇലക്ഷന് ശേഷം അവിടെ 5 MLA-മാരുടെ സഹായമുണ്ടെങ്കിലേ തമിഴക വെട്രിക്കഴകത്തിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോലെ സമാജ്വാദി പാർട്ടിയുമായി ഒരു പോസ്റ്റ് പോൾ അലയൻസിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് ഒക്കെ ആയിരിക്കും ഇത് വിരൽ ചൂണ്ടുക. പക്ഷേ പ്രശാന്ത് കിഷോർ ആദ്യ ഡേറ്റാബേസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച്, ഓരോ മണ്ഡലത്തെക്കുറിച്ചും പഠിക്കുകയാണ്. 403 മണ്ഡലങ്ങളിൽ 140ഓളം നഗര ഹൃദയ മണ്ഡലങ്ങളും ബാക്കി വരുന്ന 250-ൽ പരം ഉള്ള ഗ്രാമീണ മേഖലകൾ ഉള്ള മണ്ഡലങ്ങൾ, അതിൽ കുഗ്രാമങ്ങൾ അഥവാ ബസ് സഞ്ചാരം അല്ലെങ്കിൽ ഗതാഗതം അത്ര എളുപ്പം സാധ്യമല്ലാത്ത ഗ്രാമീണ മേഖലകൾ, റോഡുകൾ നല്ലപോലെ ചെയ്തിട്ടില്ലാത്ത മേഖലകൾ. നോക്കൂ, BJP ഈ വികസനം എന്ന് പറയുന്നത് നഗരഹൃദയങ്ങളിൽ മാത്രം നടത്തുന്ന കേവലം പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ BJP ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. അടിസ്ഥാന വികസനം ഒരിടത്തും എത്തരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് BJP. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോറിനെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായി നിയമിക്കാൻ അഖിലേഷ് യാദവ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.